വിശന്നു വലഞ്ഞു വരുന്നവർക്കായി പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും ക്ഷേത്രത്തിലെ അരയാലിൽ കെട്ടിത്തൂക്കിയിടുക. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ ടിപ്പുവിന്റെ പടയാളിക്ക് അന്നം നൽകിയപ്പോൾ ക്ഷേത്രം തകർക്കാതെ അവർ തിരിച്ചു പോവുക കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാൻ ഇങ്ങനെ നിരവധി കഥകളുണ്ട്. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നദാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ 2 നേരവും അന്നപ്രസാദം നൽകി വരുന്നു. കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ അന്നദാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നൽകി വരുന്നു. ദേവസ്വം ബോർഡും സേവാസമിതിയുമാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തിവരുന്നത്. വിശേഷ ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെ നൽകി വരാറുണ്ട്. ഭക്തജനങ്ങൾ അന്നദാനത്തിനായി അരിയും പച്ചക്കറിയും നൽകി വരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിനുള്ള കറിയുടെ പച്ചക്കറി മുറിക്കുന്നതിലും വിളമ്പുന്നതിലുമെല്ലാം പ്രത്യേകതകളുണ്ട്. അന്നദാനത്തിന് മുൻപ് വിശേഷ ചടങ്ങുകളും നടന്നു വരുന്നു. പഴയകാലത്ത് രാത്രികാലങ്ങളിൽ വിശന്നു വരുന്നവർക്ക് കഴിക്കാൻ ഭക്ഷണം പൊതികളിലാക്കി ഉപ്പിലിട്ട മാങ്ങയും കൂടി ക്ഷേത്ര ആലിൽ കെട്ടിവെക്കുമായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ സൈനികർ വിശന്നു വലഞ്ഞപ്പോൾ അന്നം നൽകിയത് ക്ഷേത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവർ ആ ക്ഷേത്രം പൊളിക്കാതെ തിരിച്ചുപോയെന്നും പഴമക്കാർ പറയുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തുന്നു. പടയോട്ടകാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അപ്പൊ ഈ അമ്പലത്തിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് അത് ഇല്ലാതായത് എന്നൊരു കാര്യമുണ്ട്. അത് എങ്ങനെയാണ് അതിനെപ്പറ്റി പ്രതികരിക്കുന്നത്? അതിനെപ്പറ്റി പൂർവികമായി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. അത് നേരത്തെ ഈ പടയോട്ടക്കാലത്ത് ടിപ്പുവിന്റെ പടയാളികൾ ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തുകൂടി ഈ നടയിലൂടെ വരികയും അവർ വന്ന് ഇവിടെ എത്തിയത് രാത്രി സമയമായിരുന്നു എന്നും രാത്രി സമയത്ത് വിശന്നു വലഞ്ഞാണ് അവർ എത്തിച്ചേർന്നതെന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആലിന്റെ വള്ളിയിൽ പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും കെട്ടിത്തൂക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ ആ പൊതിച്ചോറ് കണ്ട് ആ പൊതിച്ചോറ് കഴിച്ച് അവർക്ക് വിശപ്പ് മാറി. ആ വിശപ്പ് മാറിയ ഒരു സന്തോഷത്തിൽ അവർ ക്ഷേത്രത്തെ തൊടാതെ യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്താതെ ഇവിടുന്ന് പിരിഞ്ഞുപോയി എന്നാണ് പൂർവികമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്കുത്സവം. ഇതിനായി കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ഒരുക്കുക. ഉത്സവ സമയത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകി വരുന്നത്. അന്നപൂർണേശ്വരിയുടെ നാടായ ചെറുകുന്ന് കണ്ണപുരത്ത് ആരും തന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കേണ്ടി വരില്ല. വിശന്ന് വലഞ്ഞു വരുന്ന 100 കണക്കിന് ഭക്തർക്ക് ദിവസവും 2 നേരവും അന്നപ്രസാദം നൽകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറാമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.